വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് വലിയ അത്ഭുതം നിറഞ്ഞ ആയത്താണ്. സ്നേഹമില്ലാത്ത ദമ്പതിമാർക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാക്കാൻ, ദമ്പതിമാരെന്നല്ല, ഭാര്യ ഭർത്താക്കൾ എന്നല്ല, ഇനി കൂടപ്പിറപ്പുകളാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്താകട്ടെ, അവർക്കിടയിൽ നമ്മുടെ മനസ്സിൽ സ്നേഹം തോന്നിക്കാൻ. ഇത് പ്രണയിക്കുന്നവരോടല്ല പറയുന്നത് കേട്ടോ, അതാദ്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ. ഈ ആയത്ത് ഓതിയ വെള്ളം അവരെ കൊണ്ടൊന്ന് കുടിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ആയത്ത് ഓതിയ വെള്ളം വേണ്ട, ജ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചായ ആയിക്കോട്ടെ, എന്തായാലും കുടിക്കുന്ന ആ ഒരു പാനീയത്തിൽ ഈ പുണ്യമാക്കപ്പെട്ട ആയത്തൊന്ന് ഓതിയിട്ട് കൊടുത്തു നോക്ക്. ഏതാണ് ആയത്ത് പ്രിയപ്പെട്ടവരെ? ഉറപ്പായും അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാകും, നമ്മളോട് വല്ലാത്ത മതിപ്പും വല്ലാത്ത സ്നേഹവും എല്ലാം ഉണ്ടാകും. ഒരുപാട് സഹോദരിമാര്, ഒരുപാട് സഹോദരങ്ങൾ, ഭാര്യയെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സതെ എൻ്റെ ഭർത്താവിന് എന്നോട് തീരെ സ്നേഹമില്ല എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നവർ, സതെ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് തീരെ സ്നേഹമില്ല എന്ന് പറയുന്നവർ, ഇതൊന്ന് ഓതിയിട്ടൊന്ന് കൊടുത്തു നോക്ക് പ്രിയപ്പെട്ടവരെ. ഉറപ്പായിട്ടും ഇത് അള്ളാഹുവിൻ്റെ ഖുർആനാണ്, ഖുർആനിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ആയത്താണ്. ഈ ആയത്തൊന്ന് ഓതി കൊടുത്താൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ നമ്മളോട് സ്നേഹമുണ്ടാകും. ഏതാണെന്ന് നമുക്ക് പഠിക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എത്ര പ്രാവശ്യം ഓതണം, എപ്പോൾ ഓതണം എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഹാജത്തുകളൊന്ന് നിറവേറാൻ, നമ്മുടെ ആഗ്രഹ സഫലീകരണം, അതിനും ഈ ആയത്ത് തന്നെ ഇൻഷാ അള്ളാഹ് നമുക്ക് മറ്റൊരു വഴിയിലൂടെ ഓതി എന്ത് ചെയ്യാവുന്നതാണ്. ആ ആഗ്രഹം പരിപൂർണമായും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു വഴി കൂടി ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുക പ്രിയപ്പെട്ടവരെ. ഈ വീഡിയോ ഉറപ്പായും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുമോ അതെല്ലാം അറിയിക്കുക പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാറില്ല. ആ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാറില്ലാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടും മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞാൽ അള്ളാഹു വലിയ കൂലി തരും. ഈ മജ്ലിസ് കൊണ്ട് അങ്ങനെ ഒരു കൂലി നമുക്ക് നേടാൻ കഴിയും. ഒന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് നമുക്ക് അള്ളാഹു തആല തന്ന അനുഗ്രഹങ്ങളെ മനസ്സുകൊണ്ട് ചിന്തിച്ച് അൽഹംദുലില്ലാ എന്നൊന്ന് പറയാ പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നല്ലോ റബ്ബേ, ഇതിനു പകരം നിനക്ക് എന്ത് ചെയ്താലും മതി വരില്ല റഹ്മാനെ. അതുകൊണ്ട് സർവസ്തുതിയും നിനക്കാണ് റബ്ബേ, സർവലോക രക്ഷിതാവായ അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയുമെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഹംദ് പറയാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അത്ഭുതങ്ങളുടെ കലവറ നിറഞ്ഞ പുണ്യമാക്കപ്പെട്ട ഒരു ആയത്തുണ്ട്. ആയത്ത് വലിയ പവർഫുൾ ആയിട്ടുള്ള ആയത്താണ്. ഈ ആയത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. അത്രയേറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരൊറ്റ ആയത്താണ് ഈ ആയത്തിന്. ഒരായത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ആദ്യം തന്നെ ആയത്ത് ഏതെന്ന് പറയാം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഏറ്റവും വലിയ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അതിമഹത്തായ ശ്രേഷ്ഠമുള്ള ആയത്തുൽ കുർസിയാണ്. ഉസ്താദെ, ആയത്തുൽ കുർസി ആയിരുന്നോ? ആയത്തുൽ കുർസിയൊക്കെ ഞങ്ങൾക്ക് അറിയാലോ ഉസ്താദെ എന്നിങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് അറിയുന്ന ഈ ആയത്തുൽ കുർസിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ ആയത്തുൽ കുർസി കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് അല്ലേ? അതിലെ അത്ഭുതം നിറഞ്ഞ ഖുർആനിലെ അത്ഭുതം നിറഞ്ഞ ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മഹത്വമാണ് ഈ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുന്ന മനുഷ്യരില്ലേ, മുഅ്മിനീങ്ങൾ, ഈ മനുഷ്യർ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ?
മുത്തുനിബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആ ഓതുന്ന ആളും സ്വർഗവും തമ്മിൽ മരണത്തിൻ്റെ ഒരു മറ മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ്. അതായത് ആ മനുഷ്യനെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്വർഗത്തിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ. ആയത്തുൽ കുർസി സ്ഥിരമാക്കണം. ആയത്തുൽ കുർസി ഉറപ്പായും സ്ഥിരമാക്കണം. ദിവസവും നിസ്കരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ നിസ്കാരം കൊണ്ട് ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്നതിനിടയ്ക്ക് ഈ ഒരു വലിയ പ്രതിഫലം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. നിസ്കാരം കഴിഞ്ഞ ഒരു ആയത്തുൽ കുർസി ഒരിക്കലും മറന്നു പോകരുത്. ഏത് തിരക്കിനിടയ്ക്കും നിസ്കാരം കഴിഞ്ഞ് നിർബന്ധമായ ഒരു ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. അങ്ങനെ പാരായണം ചെയ്ത വലിയ പ്രതിഫലമാണ്. സ്വർഗമാണ് ആ മനുഷ്യന് ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുന്നത്. അതിന് മരണമാണ് എന്ത് ചെയ്യുക, അതിനോട് തടസ്സമായിട്ടുള്ളത് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ആയത്തുൽ കുർസി കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹ സഫലീകരണം നേടിയെടുക്കാൻ കഴിയും. ആവശ്യങ്ങൾ, ഹാജത്തുകൾ, എന്താഗ്രഹമുണ്ടെങ്കിലും പടച്ച തമ്പുരാനിൽ നിന്ന് നമുക്കത് നേടിയെടുക്കാൻ കഴിയും. എങ്ങനെയെന്നറിയോ? മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്, മൻ ഖറഅ ആയത്തുൽ കുർസി വാഹിദത്തും വ അർബഈന മറ. ആരെങ്കിലും ഒരാൾ ഈ വിശുദ്ധമാക്കപ്പെട്ട ആയത്തുൽ കുർസി 41 പ്രാവശ്യം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്? ഇൻദൽ ഖുറൂബി, സൂര്യാസ്തമയ സമയത്ത്. നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അതായത് അസ്തമിച്ച ശേഷമല്ല, അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ബറക്കത്താക്കപ്പെട്ട ഐശ്വര്യമുള്ള സമയം. മഗ്രിബിന് ഒരു അരമണിക്കൂർ മുമ്പ്, മഗ്രിബ് ബാങ്ക് കേൾക്കുന്നതിന് ഒരു അരമണിക്കൂർ, 1 മണിക്കൂറും, ഈ സമയം ഭയങ്കരമായ പോരിശ നിറഞ്ഞ അത്ഭുതം നിറഞ്ഞ സമയമാണ്. ഈ സമയത്തെങ്ങാനും ആരെങ്കിലും ഒരാൾ ഒരു ആയത്തുൽ കുർസി 41 പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ, ആയത്തുൽ കുർസി 41 പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ ഖുളിയത്ത് ഹാജത്തുഹു, അവൻ്റെ ആഗ്രഹം അവിടെ നിറവേറപ്പെട്ടു എന്നാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. അവൻ്റെ ആഗ്രഹം അവിടെ നിറവേറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവനൊന്ന് ചോദിക്കേണ്ടുന്ന താമസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യം നടത്തി കൊടുക്കും. ഏതാവശ്യവും അല്ലാഹു തആല നടത്തി കൊടുക്കും. ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കണം പ്രിയപ്പെട്ടവരെ, ഉറപ്പായി. ഇനിയാണ് നമ്മൾ പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ, ഇത് ഹറാമിൻ്റെ വഴിയല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ പറയുന്നത്, ഹറാമിൻ്റെ വഴിയല്ല. പ്രണയിനികൾ, പ്രണയ ജോഡികൾ, അങ്ങനെയുള്ള ആളുകൾ ചെയ്യാനുള്ള കാര്യമല്ല ഈ പറയുന്നത്. ഹറാമ് അത് ഫലിക്കൂല, അത് വേറെ കാര്യം. ഭാര്യ ഭർത്താക്കന്മാർ, കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾക്ക് ഇടയിലുള്ള സ്നേഹം പരസ്പരം കിട്ടാൻ ഭാര്യ ഭർത്താക്കന്മാർ വല്ലാത്ത വിഷമത്തിലാണ് അല്ലേ? പല ഭാര്യമാരും പറയാതെ മനസ്സിനകത്ത് ഒളിപ്പിച്ച് നടക്കുന്ന ഒരു കാര്യമായിരിക്കാം, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ഉസ്താദേ, എന്നെ പരിഗണിക്കണില്ല ഉസ്താദേ എന്ന് പറയുന്ന ഒരുപാട് ഭാര്യമാരുണ്ടാകാം, ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാകാം. അവർക്ക് പ്രിയപ്പെട്ടവരെ ചെയ്തു നോക്കുക. പെട്ടെന്ന് പറയും, ഇഖ്റ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. വാഹിദത്തും വ അർബഈന മറ, ഇത് എത്ര പ്രാവശ്യം തന്നെ? 41 പ്രാവശ്യം തന്നെ പാരായണം ചെയ്യുക. അലാ മാഇൻ ഔ ഷറാബിൻ, വെള്ളത്തിലാണ് ഓതേണ്ടത്. അല്ലെങ്കിൽ ഔ ഷറാബിൻ, കുടിക്കുന്ന എന്തായാലും ശരിയാണ്, ജ്യൂസാകാം, ചായയാകാം, കാപ്പിയാകാം, എന്താണേലും കുടിക്കുന്ന അതിലേക്ക് എന്ത് ചെയ്യുക, ഇഷ്ഫി എന്ന് പറഞ്ഞ് ഈ 41 ആയത്തുൽ കുർസി ഓതിയിട്ട് ഊതുക, ഊതി മന്ത്രിക്കുക. ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതി മന്ത്രിക്കണം. അങ്ങനെ 41 ആയത്തുൽ കുർസി ഓതുക, എന്നിട്ട് കുടിക്കുന്ന എന്താണോ അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതുക, എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിനൊന്ന് കൊടുക്കുക പ്രിയപ്പെട്ടവരെ. അത് അദ്ദേഹം കുടിച്ചിരിക്കണം, ആ ആളത് മുഴുവനായി കുടിക്കണം. എന്നിട്ട് മഹാരഥന്മാര് പഠിപ്പിക്കുന്നുണ്ട്, സാറ മുഹിബ്ബല്ലക, ഇതുവരെ എന്താണെന്നറിയില്ല, ഇനി മുതൽ ആ മനുഷ്യന് നിന്നോട് സ്നേഹമായി തീരുമെന്നുള്ളതാണ്. ആ ആള് ഇനി മുതൽ നിന്നെ സ്നേഹിച്ചു തുടങ്ങാൻ പോവാൻ, നിന്നോട് സ്നേഹിക്കുന്ന ആളായിട്ട് തീരുന്നതാണ്. അത് ഭാര്യ ഭർത്താക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെ ഇത് എഫക്റ്റീവ് ആവുന്നത്. കാരണം അതാണല്ലോ യഥാർത്ഥ കറകളഞ്ഞ സ്നേഹം വേണ്ടുന്ന ഒരു ജീവിതത്തിൽ വിള്ളലില്ലാതെ മുന്നോട്ട് പോകുന്ന സ്നേഹം അവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടും പ്രിയപ്പെട്ടവരെ, ഉറപ്പായും ചെയ്യുക. ഒരു 41 ആയത്തുൽ കുർസി ഓതുക, കുടിക്കുന്ന വെള്ളത്തിലോ ചായയിലോ കാപ്പിയിലോ ഒക്കെ എടുത്ത് ഊതുക, എന്നിട്ട് ഇഷ്ഫി പറഞ്ഞ് ഊതുക, എന്നിട്ട് ഭർത്താവിന് കൊടുക്കുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുക. എളുപ്പമല്ലേ? ആയത്തുൽ കുർസി അറിയാത്ത ആരാ ഉള്ള? ഓതുമ്പോൾ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, ഓതുമ്പോൾ ശുദ്ധിയോടുകൂടി ഓതുക, ഒതുവോടുകൂടി ഓതുക, ഒരു പവിത്രമായിട്ട് ഓതുക. അതായത് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട്, ഇത് അള്ളാഹു ഇതിങ്ങനെ നടക്കണം റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട്, എങ്ങനെയെങ്കിലും ഓതിയിട്ട് കാര്യമില്ല, നല്ലതുപോലെ സമാധാനത്തിൽ 41 പ്രാവശ്യം ഓതുക, ഊതുക, കൊടുപ്പിക്കുക. ഉറപ്പായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ഉള്ളിൽ
നമ്മളോട് സ്നേഹമിട്ട് കൊടുക്കുക. ഇത് അനുഭവങ്ങളാണ്. ചെയ്തു നോക്കി പറയപ്പെട്ടവരെ, ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അള്ളാഹുവരുടെ ആ ഹലാലായ മുറാദുകളെല്ലാം ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.